ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാലോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ, ഒരു സ്റ്റാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടപ്പോൾ. നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതിനു വേണ്ടി കുറച്ച് പേപ്പേഴ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പശ, പിന്നെ കത്രിക, അത്ര മതി. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ പേപ്പർ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡ് മടക്കിയതിന് ശേഷം മറ്റേ സൈഡിലായിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതും ഇതുകൂടെ യോജിപ്പിച്ച് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് തന്നെ കുറച്ചേറെ ഉണ്ടാക്കണേ. അപ്പോൾ ഇത്ര ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുത്താലോ. ആദ്യം തന്നെ ഒട്ടിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലോട്ട് കുറച്ച് പശ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് വേറെ ഒരു പേപ്പർ എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒട്ടിക്കുക. ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ മണ്ടയ്ക്ക് പശ തേച്ച് ആ ഒരു പേപ്പർ എടുത്ത് ഒട്ടിച്ച് റെഡിയാക്കാം. ഇത് തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധനം റെഡിയാവുമേ. ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ. ഇനി നമുക്കിത് പകുതി വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കണം. അതിന് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന പോലെ പശ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക, ടീ പോലെ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് മടക്കാം. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ ഇങ്ങനെ റാ പോലെയാണ് ചെയ്തേക്കുന്നത്. അത് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെ ആയെന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളി സാധനമാണ്. ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്കിതൊന്ന് വേഗം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പം ആദ്യത്തെ ഇത് കാണും. അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടു. കാരണം അത് കട്ട് ചെയ്തപ്പോഴേ അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടും പോയി. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല രസമില്ല കാണാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കാരണം കടയിൽ നിന്ന് ക്രിസ്മസ് ട്രീ കടയിൽ നിന്ന് സ്റ്റാർ വാങ്ങിക്കാൻ പറ്റിയില്ലേ, ഇതൊരെണ്ണം നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാമല്ലോ. പശ, കത്രിക, പേപ്പർ ഇത്രയും മതിയല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിടിലൻ സാധനമാണ്. ഞാനാണെങ്കിൽ ഇത് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ ഈ ഒരു സ്റ്റാർ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി നമുക്കിതിൽ തൂക്കിയിടാനുള്ള നൂല് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടി പേപ്പറിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന പോലെ വീണ്ടും ടീ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു പശയുടെ ഇതിൽ കൂടി ഒട്ടിച്ചു കൊടുക്കണേ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ ഒട്ടിച്ചതിന് ശേഷമുള്ളത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തപ്പോഴാണ് അറിയാതെ വീഡിയോ ഒന്ന് ഓണാക്കിപ്പോയി. പിന്നെ അത് മാറ്റാനും സമയം കിട്ടി. മാറ്റാനും നിന്നില്ല. ഞാൻ കരുതിയതും കൂടെ ഇടാമെന്ന്. എന്തായാലും ഞാനതൊന്ന് ഒട്ടിച്ചതിന് ശേഷം പശയൊക്കെ നല്ലോണം ആ ഒരു നമ്മുടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂത്ത് കൊടുത്തു കേട്ടോ. എന്നാലേ നല്ലോണം ഒട്ടത്തുള്ളൂ. പിന്നെ ഞാനത് നോക്കാൻ നേരത്ത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടു. കാരണം ഒരു നടുവിൽ സെൻറ്ററിലുള്ള ഒരു പോർഷൻ അങ്ങോട്ട് സെറ്റാവുന്നില്ലായിരുന്നു നോക്കാൻ വേണ്ടി. ഞാൻ പിന്നെ ഇങ്ങനെ നോക്കെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഒന്ന് നൂത്തെന്ന് ഇച്ചിരി ഞാൻ കൈയൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ വെച്ചിട്ട് ഗ്യാപ്പാക്കി ഹോളുണ്ടാക്കിയിട്ടാണ് ചെയ്തത്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിടില സാധനമാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കാതെ അവിടെ നിന്ന് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം. ചെയ്തില്ലേ നിങ്ങൾ ഈ ഒരു സാധനം ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് ദുഃഖിക്കും. എന്തായാലും ഈ ഒരു അടിപൊളി സ്റ്റാറാണ്. അപ്പോൾ നിനക്ക് ഈ ഒരു സ്റ്റാർ ഇഷ്ടപ്പെട്ട ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്രിസ്മസ് പാർട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ
എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.